ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 17ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ. വോട്ടെടുപ്പ് രാവിലെ 10 മണി മുതൽ ആരംഭിക്കും. ബിജെപി എംപിമാരുടെ പരിശീലന പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. ജിഎസ്ടി പരിഷ്കരണം കാർഷിക മേഖലയ്ക്ക് വൻതോതിൽ ഗുണകരമാകുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് തൃശൂരിൽ ഇന്ന് പുലികളി. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക ഘോഷയാത്ര ഗവർണർ നാളെ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉത്തർപ്രദേശിലെ 48 ജില്ലകളിൽ പ്രളയക്കെടുതി രൂക്ഷമായി തുടരുന്നു. പഞ്ചാബിൽ മഴയ്ക്ക് നേരിയ ശമനം. വാർത്തകൾ വിശദമായി. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. എഞ്ചിനീയറിംഗ് എക്സ്പോർട്സ് പ്രൊമോഷൻ കൌൺസിലിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീമതി മുർമു. കയറ്റുമതിയിൽ പുരോഗതി കൈവരിക്കുന്നതിനൊപ്പം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ സ്വയം പര്യാപ്തമാകേണ്ടതിന്റെ ആവശ്യകതയും രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു. ईपीसी के लगभग 10,000 सदस्यों में 60% से अधिक माइक्रो, स्मॉल एंड मीडियम एंटरप्राइजेस है. ये एंटरप्राइजेस बड़ी संख्या में रोजगार के अवसर प्रदान करती है. हमारी अर्थव्यवस्था में एमएसएमई का योगदान महत्वपूर्ण भी है और सराहनीय भी. मुझे विश्वास है कि एमएसएमई के निर्यात को बदलती परिस्थितियों के अनुरूप नई दिशा प्रदान की जाएगी एवं नई शक्ति प्रदान की जाएगी. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. 17ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ. പാർലമെന്റ് മന്ദിരത്തിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് വോട്ടെടുപ്പ്. എൻഡിഎ സ്ഥാനാർത്ഥിയായി മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനും INDIA സ്ഥാനാർത്ഥിയായി സുപ്രീംകോടതി മുൻ ജഡ്ജി ബി സുദർശൻ റെഡ്ഡിയുമാണ് മത്സരരംഗത്തുള്ളത്. ഇരുസഭകളിലും നിന്നുള്ള 788 അംഗങ്ങളുടെ ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തീരുമാനിക്കുക. വോട്ടെണ്ണൽ നാളെ വൈകുന്നേരം 6 മണിക്ക് ആരംഭിക്കും. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ BJP എംപിമാരുടെ പരിശീലന പരിപാടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഇന്നലെ ആരംഭിച്ച 2 ദിവസത്തെ ശില്പശാലയിൽ പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയിരുന്നു. പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിയുമായ പീയൂഷ് ഗോയൽ പ്രമേയം അവതരിപ്പിച്ചു. ജനജീവിതം സുഗമമാക്കുക, വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ പാത ശക്തിപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് GST പരിഷ്കാരങ്ങളെന്ന് പ്രമേയം വിലയിരുത്തി. കരുത്തുറ്റ ഈ ചുവടുവയ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശ്രീ പീയൂഷ് ഗോയൽ അഭിനന്ദിച്ചു. GST പരിഷ്കരണം കാർഷിക മേഖലയ്ക്ക് വൻതോതിൽ ഗുണകരമാകുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കാർഷിക ഉപകരണങ്ങളുടെ നികുതിയിൽ കുറവ് വരുത്തുന്നത് ചെറുകിട ഇടത്തരം കർഷകർക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാർഷിക ചെലവ് കുറയ്ക്കുന്നതിനൊപ്പം കർഷകരുടെ വരുമാനവും ഇതിലൂടെ വർദ്ധിക്കും. ജൈവ കീടനാശിനികളുടെയും സൂക്ഷ്മ പോഷകങ്ങളുടെയും GST നിരക്കുകൾ കുറയുന്നതും കർഷകർക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പാക്ക് ചെയ്ത കരിക്കിൻ വെള്ളത്തിന്റെ GSTയും 12% നിന്ന് 4% കുറച്ചിട്ടുണ്ട്. പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ ഊർജ്ജ മേഖലയ്ക്ക് കരുത്തു പകരുമെന്ന് കേന്ദ്ര സർക്കാർ. സോളാർ കുക്കറുകൾ, ഫോട്ടോവോൾട്ടിക് സെല്ലുകൾ തുടങ്ങിയ പുനരുപയോഗ ഊർജ്ജ ഉപകരണങ്ങളുടെ GST 12% നിന്ന് 5% കുറച്ചിരുന്നു. വീടുകൾക്കും വ്യവസായങ്ങൾക്കും ഹരിത സാങ്കേതിക വിദ്യകൾ കൂടുതൽ താങ്ങാനാവുന്നതാക്കി മാറ്റാൻ ഇതിലൂടെ സാധ്യമാകുമെന്നാണ് വിലയിരുത്തൽ. GST നിരക്ക് 4 സ്ലാബുകൾ എന്ന ഘടനയിൽ നിന്ന് 5%, 18% എന്നിങ്ങനെ 2 സ്ലാബുകളാക്കി മാറ്റുന്ന സുപ്രധാന പരിഷ്കാരത്തിനാണ് ഈ മാസം 3 ചേർന്ന GST കൌൺസിൽ യോഗം അംഗീകാരം നൽകിയത്. സാധാരണക്കാർക്ക് ഏറെ ഗുണം ചെയ്യുന്ന പരിഷ്കാരങ്ങൾ ഈ മാസം 22 മുതൽ നിലവിൽ വരും. പഞ്ചാബിലെ പ്രളയ സാഹചര്യം വിലയിരുത്താനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സംസ്ഥാനം സന്ദർശിക്കും. അതിരൂക്ഷമായ പ്രളയക്കെടുതികളിൽ 48 പേർക്കാണ് സംസ്ഥാനത്ത് ജീവൻ നഷ്ടമായത്. 2000-ലേറെ ഗ്രാമങ്ങളിൽ നിന്നായി 4 ലക്ഷത്തോളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. ദുരിതബാധിത മേഖലകളിൽ നിന്ന് സൈന്യവും NDRFും BSFും ചേർന്ന് 22,000 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. വെള്ളപ്പൊക്കം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനായി 2 കേന്ദ്ര മന്ത്രിതല സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. കനത്ത മഴയ്ക്ക് ഇപ്പോൾ ശമനമായതിന്റെ ആശ്വാസത്തിലാണ് ജനങ്ങൾ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാളെ മുതൽ തുറക്കാനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ്.
ഉത്തർപ്രദേശിലെ 48 ജില്ലകളിൽ പ്രളയക്കെടുതി രൂക്ഷം. ദുരിതബാധിത മേഖലയിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. ആഗ്ര, മധുര, അലിഗഡ്, ഫറൂഖാബാദ്, ഷാജഹാൻപൂർ, പ്രയാഗ്രാജ് ജില്ലകളെയാണ് വെള്ളപ്പൊക്കം രൂക്ഷമായി ബാധിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് തൃശൂരിൽ ഇന്ന് പുലികളി. വിവിധ പുലിമടകളിൽ പുലികളിക്കുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. അരമണി കിലുക്കി കുടവയർ കുലുക്കിയെത്തുന്ന പുലിക്കൂട്ടങ്ങൾ സ്വരാജ് റൌണ്ട് കീഴടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇന്ന് വൈകുന്നേരം 4:30 സ്വരാജ് റൌണ്ടിലേക്ക് പുലിക്കൂട്ടങ്ങൾ ഇറങ്ങുമ്പോൾ വീറും വാശിയും മാറ്റുരയ്ക്കും. 8 മണിക്കൂറുകളെടുത്താണ് ഓരോ പുലികളും ചായം പൂശി തയ്യാറാവുന്നത്. 9 സംഘങ്ങളാണ് ഇക്കുറി പുലിക്കളിക്ക് ചുവടുവെക്കുന്നത്. ഒരു പുലിക്കളി സംഘത്തിൽ 35 മുതൽ 51 വരെ പുലികളും ഒരു നിശ്ചല ദൃശ്യവും ഒരു പുലിവണ്ടിയും ഉണ്ടായിരിക്കും. പൂരപ്പൊലിമ കഴിഞ്ഞാൽ പുലിപ്പെരുമയാർന്ന തൃശൂരിലേക്ക് പുലിവേഷം കെട്ടി താളം ചവിട്ടുന്ന പുലിപ്പടയെ കാണാൻ കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി ആസ്വാദകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്ര നാളെ തലസ്ഥാന നഗരിയിൽ നടക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഓണം ഘോഷയാത്രയോടനുബന്ധിച്ച് നാളെ 2 മണി മുതൽ നഗരത്തിൽ വിപുലമായ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. വെള്ളയമ്പലത്ത് നിന്ന് കിഴക്കേക്കോട്ട വരെ നീളുന്ന ഘോഷയാത്രയിൽ 1000-ലധികം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക കലാരൂപങ്ങളുടെ അകമ്പടിയോടെ 60ഓളം ഫ്ളോട്ടുകളാണ് ഉണ്ടാവുക. നാളെ കവടിയാർ മുതൽ കിഴക്കേക്കോട്ട ഈഞ്ചക്കൽ വരെയുള്ള റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. നാളെ ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം നഗരത്തിലെ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. ജമ്മുകശ്മീരിലെ കുൽഗാമിൽ ഗുദ്ധാർ വനമേഖലയിൽ സുരക്ഷാസേന നടത്തിയ ഓപ്പറേഷനിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. കരസേനയിലെ ഒരു ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർക്ക് ഓപ്പറേഷനിൽ പരിക്കേറ്റതായി സൈനിക വക്താവ് അറിയിച്ചു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാസേന നടത്തിയ തിരച്ചിലിനിടെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ ഗതാഗത തടസ്സം 7ാം ദിവസവും തുടരുന്നു. 270 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണ്. കാലാവസ്ഥ അനുകൂലമായതിനാൽ രാത്രിയോടെ ഗതാഗതം പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ. 7.28 കോടി IT റിട്ടേണുകളാണ് ഇതിനകം ഫയൽ ചെയ്തിരിക്കുന്നത്. വൈകിയുള്ള റിട്ടേൺ സമർപ്പണത്തിന് പിഴ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗാസയിലെ വെടിനിർത്തലിനൊപ്പം ബന്ദികളെ സുരക്ഷിതമായി മോചിപ്പിക്കുന്നതിനുള്ള അമേരിക്കയുടെ ശുപാർശകൾ ഗൌരവത്തോടെ പരിഗണിക്കുകയാണെന്ന് ഇസ്രായേൽ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശുപാർശകൾ എന്ന തരത്തിൽ ഹമാസിന് മുന്നിൽ ഇത് വിശദീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ആയിരക്കണക്കിന് പലസ്തീനിയൻ തടവുകാർക്ക് പകരമായി ഹമാസ് ഗാസയിൽ ബന്ദികളാക്കി വെച്ചിരിക്കുന്ന 48 പേരുടെ മോചനമാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഹമാസ് ബന്ദികളിൽ 20 പേർ ജീവനോടെ ഉണ്ടെന്നാണ് കരുതുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഹമാസ് വ്യക്തമാക്കിയിരുന്നു. റഷ്യ യുക്രൈൻ സംഘർഷം വൈകാതെ പരിഹരിക്കപ്പെടുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് സംബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തുമെന്ന് ട്രംപ് അറിയിച്ചു. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസിന്. 4 സെറ്റ് നീണ്ട പോരാട്ടത്തിലൂടെ നിലവിലെ ചാമ്പ്യനായ യാനിക് സിന്നറിനെ പരാജയപ്പെടുത്തിയാണ് അൽക്കാരസ് തന്റെ 2ാം കിരീടം സ്വന്തമാക്കിയത്. റഷ്യയ്ക്കുമേൽ 2ാം ഘട്ട ഉപരോധം ഏർപ്പെടുത്താൻ തയ്യാറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മോസ്കോയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ USഉം യൂറോപ്യൻ യൂണിയനും 2ാം ഘട്ട ഉപരോധം ഏർപ്പെടുത്തിയാൽ റഷ്യൻ സമ്പദ്വ്യവസ്ഥ തകരുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസന്റ് മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 346 പോയിന്റ് ഉയർന്ന് 81,057ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 114 പോയിന്റ് നേട്ടത്തിൽ 24,855ലും വ്യാപാരം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 17ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ. വോട്ടെടുപ്പ് രാവിലെ 10 മണി മുതൽ ആരംഭിക്കും. BJP MPമാരുടെ പരിശീലന പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. GST പരിഷ്കരണം കാർഷിക മേഖലയ്ക്ക് വൻതോതിൽ ഗുണകരമാകുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് തൃശൂരിൽ ഇന്ന് പുലികളി. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക ഘോഷയാത്ര ഗവർണർ നാളെ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും.
ഉത്തർപ്രദേശിലെ 48 ജില്ലകളിൽ പ്രളയക്കെടുതി രൂക്ഷമായി തുടരുന്നു. പഞ്ചാബിൽ മഴയ്ക്ക് നേരിയ ശമനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.